ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ കടൽ കാണാൻ വന്നേക്കാണ്. ഫസാൻക്ക് ഇഷ്ടമാണ് വെള്ളം, പക്ഷേ കടലിൽ തിരക്ക് വരുമ്പോൾ ഫസാൻക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞങ്ങളിന്ന് കടൽ കാണിച്ചു കൊടുത്ത് കുറച്ച് നേരം കളിച്ച് ആ പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫസാൻ്റെ കാര്യത്തിൽ ഇത്രയും ഭംഗിയിൽ സൂര്യനെ കാണാൻ പറ്റിയത് അപൂർവമായിരിക്കും. അതുകൊണ്ട് തന്നെ ഫസാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇതെന്താ അവിടെ ഒരു വെളിച്ചം എന്നൊക്കെ വിചാരിച്ചിട്ട്. അവനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് സൂര്യനാണ് മോനെ, സൂര്യൻ പോയാൽ ഇരുട്ടാവും. അപ്പോൾ ഫസാൻ സൂര്യനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും മിണ്ടില്ല. മിഠായി കഴിച്ചുകൊണ്ട് എന്തോ ആലോചിക്കുകയാണ്. ആകാശത്ത് വെളിച്ചമുണ്ടല്ലോ, അപ്പുറത്തല്ലേ സൂര്യന്, അപ്പം എങ്ങനെ ഇങ്ങോട്ട് വെളിച്ചം വന്നെന്നാണ് തോന്നുന്നുണ്ട്. കുറച്ച് വലുതായിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ആലോചിച്ചതെന്ന്. പിന്നെ അതാ അപ്പുറം ഇക്കയും ബാബയും കൂടി ഫോട്ടോ എടുക്കണം. അപ്പം ഞാൻ ഇക്കാടും ബാബിയോടും പറയായിരുന്നു, ഞാൻ ഫോട്ടോ എടുത്തു തരാം, നിങ്ങളവിടെ നിന്ന് പോസ് ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നു ദൂരം കൂടുതലാണ്, ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് അവർ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ ബാബിയുടെ കയ്യിൽ ഇങ്ങനെ ലവ് ഷേപ്പ് ആക്കിയിട്ട് ഇക്ക ബാക്കിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യണത്. ഫോട്ടോ വരുമ്പോൾ അറിയാം ഭംഗിയുണ്ടാന്ന്. ഇതാ ഇവിടെ സൂര്യൻ നല്ല സൂം ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ, ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ കാണാൻ നല്ല രസം. ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടാണ് സൂര്യനെ നോക്കുന്നത്. പിന്നെ ഞാൻ സൂം ചെയ്യുമ്പോൾ നോക്കുകയാണ്, സൂര്യൻ ഓരോ ദിവസം ഓരോ ഫ്രെയിമിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസം ഫോട്ടോ എടുക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഭംഗിയായിരിക്കും സൂര്യൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, നല്ലൊരു ഭംഗിയുള്ള ദിവസമായിരുന്നു, സൂര്യനും ആയിരുന്നു. നിങ്ങളിപ്പോൾ ഈ സൂര്യനെ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ ഫുള്ളായിട്ട്, എന്ത് രസമാണ് അല്ലേ. ഇതേപോലെ തന്നെ ഈ ആകാശത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറൊരാളുണ്ട്, ചന്ദ്രൻ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, എനിക്കും ഇഷ്ടമായി. ഫുള്ളായിട്ടുള്ള നമ്മൾ ഫുൾ മൂൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫുൾ മൂൺ. അത് ഞാൻ മാക്സിമം സൂം ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. സൂര്യനെ സൂം ചെയ്ത പോലത്തെ ക്ലാരിറ്റി ഒന്നും ഇതിന് കിട്ടണില്ല. എന്നാലും കുറച്ച് ക്ലിയറാവും, പിന്നെ പെട്ടെന്ന് പോകും, കുറച്ച് ക്ലിയറാവും, കുറച്ചും കൂടി ദൂരം തോന്നുന്നു. അഴിമുഖത്തായതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കടലിലാണ്. അപ്പോൾ നമുക്ക് കടലും കരയും ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും. അപ്പം ഞാനതിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹം തും കിത്തനെ പാസ് കിത്തനെ दूर है चांद सितारे, सच पूछो तो मन को झूठे लगते हैं सारे, मगर सच्चे लगते हैं ये धरती, ये नदियाँ, ये रहना और तुम. കടലിൽ ഇറങ്ങാൻ തീരുമാനിച്ച്. അപ്പോൾ ഇക്ക എന്നോട് ചോദിക്കുന്നുണ്ട്, ഇവന് മുമ്പ് കടലിൽ ഇറങ്ങിയിട്ടുണ്ടാവും, എനിക്ക് എന്താ ഇത്ര പേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് മുമ്പ് എപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്, നല്ല 1 വയസ്സ് മുമ്പ്. അപ്പോൾ കരഞ്ഞിട്ട് ഉപ്പാടെ അടുത്തേക്ക് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്, അവന് വെള്ളത്തിലൊന്നും ഇറങ്ങില്ല എന്നൊക്കെ ഉപ്പാട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒക്കെ വിചാരിച്ച് ഓക്കെ, എല്ലാ കുട്ടികളായിട്ട് ഇറങ്ങുമ്പോൾ അത് അവനക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ മാക്സിമം അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സിദാന് കണ്ണാട കൊടുത്തിട്ട് ഇതാരെങ്കിലും പിടിക്കുമോ, വെള്ളത്തിൽ കണ്ണാട പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാപ്പി പറഞ്ഞത് ഞാൻ പിടിച്ചോളാം, നീ പോയി കളിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഫസാൻക്ക് പിന്നെ വെള്ളമായ കാരണം ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് വന്നപ്പോൾ വെള്ളത്തിലൊന്ന് കളിക്കുക, വീട്ടിലാണെങ്കിലും ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിരിക്കുക, ഇതൊക്കെയാണ് മോനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇക്കതാ ഒരു കടലിനാക്ക് എടുത്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ട്, ഇതെങ്ങനെ ഉണ്ടാവണം കടലിൽ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയായിരുന്നു. പിന്നെ ഫസാനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഫസ പോയില്ല. എനിക്ക് എന്നെ വിളിച്ച് പിന്നെ വിളിച്ചപ്പോഴാണ്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇക്ക നന്നായി എൻകറേജ് ചെയ്യുന്നുണ്ട് അവനെ.
ഇനി കുറച്ച് കടൽ നമുക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ? കുട്ടികൾ കളിക്കണതും അതുപോലെ തന്നെ കടൽ. ഞാനിങ്ങനെ സിദാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ 4 പേരെ നിർത്തിയിട്ടൊരു നല്ലൊരു ഫ്രെയിം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ സിദാനും മനസ്സിലാവണില്ല. അവന് കളിക്കണതിൻ്റെ ഇടയിൽ ഞാൻ വിളിക്കണതൊന്നും ശ്രദ്ധിക്കണില്ല. പിന്നെ സെഹ്റാഡും പറഞ്ഞു കയ്യിൽ നിന്ന് കോർത്ത് പിടിക്കണം. നല്ല ഭംഗിയുണ്ടല്ലേ അവർ 4 പേര് നിൽക്കുന്നത് കാണാൻ. പിന്നെ ഞാൻ ക്യാമറ അടിയിലൊക്കെ വെച്ചിട്ട് അവരെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവർ കളിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. ഞാൻ കടലിൽ ഇറങ്ങില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ബാക്കിൽ നിന്നിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. എന്താ ഫസാൻക്ക് ഇഷ്ടാവണില്ലേ? വിചാരിച്ചു ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോ എടുക്കുക, എന്നാലാണല്ലോ ഇവർ കളിക്കണതൊക്കെ കാണാൻ പറ്റുള്ളൂ. കുറച്ച് ധൈര്യം എനിക്കും കിട്ടി, അതാണ് കാര്യം. അപ്പോൾ ഞാൻ ഇവർ കളിക്കണതൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കണം. സത്യത്തിൽ എനിക്ക് നല്ല പേടിയാണ് കടൽ. പിന്നെ ഇക്കൊക്കെയുള്ള കാരണമാണ് ഫസാനായാലും മക്കൾ ഇത്രയും ഫ്രീ ആയിട്ട് കടലിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അതല്ലേ ഞാനാ പേടിച്ചത്. പൂവാ
അങ്ങോട്ട് പോലെ കടൽ ഫസോ കടൽ ഓടിക്കോ കടലമ്മ ചെമ്മേ വെള്ളമൊക്കെ എടുത്തിട്ടാ തൊടാൻ പോയതാണ് വെള്ളത്തില് തൊടാൻ പോയതല്ലേ വെള്ളമൊഴുക്കിൽ വീണ് വെള്ളമൊഴുക്കിൽ വീണ് ഓടിക്കോ സുധാനേ ഞങ്ങളെ മെറ്റിട്ടായില്ല സുധാന എന്നോട് പറഞ്ഞ ശരി ഞങ്ങളെ മെറ്റി തിരിക്കണ്ട ഞാനറിയാം കടലിൽ കയറിയിട്ടെ ഞങ്ങളെ മെറ്റിട്ടാ വരുത്തിട്ടാ കടലു അവിടെ തന്നെ നിന്നാ മതി ഞാൻ എടുക്കാൻ പോയിരുന്നിട്ടാ കണ്ടു ഞാൻ ചേർത്തിന്റെ കേട്ടിലേക്കാം പേടി പോയി പിടിക്ക് 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 അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കുക. താങ്ക് യു.